Hello students, welcome to Online Mathematics Cafe. അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആറാമത്തെ ചാപ്റ്റർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ 1 വേരിയബിൾസിലെ ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. The difference of two natural number is 7 and their product is 450. Find the numbers. Okay. അപ്പോൾ ഇവിടെ ഇത് ICC 2020 ൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ എന്താ തന്നിരിക്കുന്നത് നോക്കാം. രണ്ട് നാച്ചുറൽ നമ്പേഴ്സിന്റെ ഡിഫറൻസ് 7 ആണ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ആ നമ്പേഴ്സ് നമുക്ക് അറിയത്തില്ല. സോ നമുക്ക് എന്ത് പറയാം, ആ രണ്ട് നാച്ചുറൽ നമ്പേഴ്സ് എക്സും വൈയും ആണെന്ന് സപ്പോസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് എഴുതേണ്ടത് ലെറ്റ് ടു നാച്ചുറൽ നമ്പേഴ്സ് ആർ റെസ്പെക്റ്റീവ്ലി എക്സ് ആൻഡ് വൈ. ഓക്കെ അല്ലേ? അതുപോലെ ഇതിൽ ഏതാ വലുതെന്നും കൂടി നമ്മൾ എന്ത് ചെയ്യണം, റിപ്രസെന്റ്. കാരണം ഡിഫറൻസ് ആയതുകൊണ്ട് നമുക്ക് അസ്യൂം ചെയ്യാം എക്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ വൈ ആണ് എന്ന് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അക്കോർഡിംഗ് ടു ക്വസ്റ്റ്യൻ അനുസരിച്ച് നമുക്ക് എന്ത് പറയാം, ഡിഫറൻസ് ഓഫ് ടു നാച്ചുറൽ നമ്പർ 7 ആണ്. അപ്പോൾ വലുതായിട്ട് നമ്മൾ അസ്യൂം ചെയ്ത എക്സ് ആയതുകൊണ്ട് എക്സ് മൈനസ് വൈ എന്തായിട്ട് എടുക്കണം, 7 ആയിട്ട് എടുക്കണം. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ എക്സ് ഈക്വൽ ടു എന്ത് വരും ഒന്ന് നോക്കിക്കേ. എക്സ് ഈക്വൽ ടു ഈ മൈനസ് വൈ നമ്മൾ റൈറ്റിലോട്ട് കൊണ്ടുപോകുമ്പോൾ പ്ലസ് വൈ ആവും ആണല്ലോ. അപ്പൊ റൈറ്റ് സൈഡിൽ ഓൾറെഡി 7 ഉണ്ട്. ദെൻ ഈ വൈയും കൂടി വരുമ്പോൾ പ്ലസ് വൈ. അപ്പൊ എക്സിനെ നമുക്ക് എങ്ങനെ റിപ്രസെന്റ് ചെയ്യാം, 7 പ്ലസ് വൈ എന്ന് റിപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ഇനി അത് അവിടെ കഴിഞ്ഞു. ഇനി അടുത്ത് നോക്കിയേ. ആൻഡ് ദെയർ പ്രോഡക്റ്റ്, ഈ നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് 450 ആണ്. അപ്പൊ നമ്പേഴ്സ് നമ്മൾ എക്സും വൈ എന്നാണ് എടുത്തത്. അപ്പൊ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ എക്സ് ഇൻറ്റു വൈ ആണ്. അതാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ള 450. ക്ലിയർ ആയില്ലേ? ഇനി ഈ എക്സിന്റെ പ്ലേസിൽ നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, എക്സിന്റെ പ്ലേസിൽ 7 പ്ലസ് വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ എങ്ങനെ വരും, എക്സിന് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു, ഈക്വേഷനിൽ 7 പ്ലസ് വൈ എന്ന് കൊടുക്കുന്നു. 7 പ്ലസ് വൈ ബൈനോമിയൽ അല്ലേ, അപ്പൊ അതിന് നമ്മൾ ബ്രാക്കറ്റിൽ വേണം കൊടുക്കാനായിട്ട്. ഇൻറ്റു വൈ ഈക്വൽ ടു 450. ക്ലിയർ അല്ലേ? അപ്പോൾ 7 പ്ലസ് വൈ ഇൻറ്റു വൈ ഈക്വൽ ടു 450 എന്ന് കിട്ടി. ഇനി വൈ കൊണ്ട് എന്ത് ചെയ്യാം, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. നിങ്ങൾക്ക് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വൈയിൽ കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ നമുക്കത് അടുത്ത പേജ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ കിട്ടിയത് 7 പ്ലസ് വൈ ഇൻറ്റു വൈ ഈക്വൽ ടു 450. സോ വൈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പം 7 ഇൻറ്റു വൈ 7y പ്ലസ് വൈ ഇൻറ്റു വൈ വൈ സ്ക്വയർ ഈക്വൽ ടു 450. ഇനി ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതണം. കാരണം വൈയുടെ ടേം ആണ് ഫസ്റ്റ് കിടക്കുന്നത്, വൈ സ്ക്വയർ ടേം സെക്കൻഡ്, കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് റൈറ്റ് ഹാൻഡ് സൈഡിലാണ് കിടക്കുന്നത്. അപ്പൊ ഇതെല്ലാം നമുക്ക് നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോമിലാക്കണം. അപ്പൊ വൈയിൽ നമ്മൾ സ്റ്റാൻഡേർഡ് ഫോം എഴുതുവാണെങ്കിൽ എ വൈ സ്ക്വയർ പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0, ഈ ഒരു ഫോമിലോട്ട് നമ്മൾ ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യണം. അപ്പൊ ആദ്യം വൈ സ്ക്വയറിന്റെ ടേം ആണ്. അപ്പൊ വൈ സ്ക്വയറിന്റെ ടേം നോക്കുമ്പോൾ സൈനും കൂടി നോക്കുക. പോസിറ്റീവ് ആയതുകൊണ്ട് പ്രശ്നമില്ല, പോസിറ്റീവ് വൈ സ്ക്വയർ. ദെൻ വൈയുടെ ടേം നോക്കുക, അതും പോസിറ്റീവ് ആണ്. അപ്പൊ പ്ലസ് 7y. ഇനി കോൺസ്റ്റന്റ് റൈറ്റ് ഹാൻഡ് സൈഡിലാണ് ഇരിക്കുന്നത് അല്ലെ, അപ്പൊ അതിനെ നമ്മൾ ലെഫ്റ്റിലോട്ട് കൊണ്ടുവരുമ്പോൾ മൈനസ് 450 ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പൊ ഈക്വേഷൻ കിട്ടി, വൈ സ്ക്വയർ പ്ലസ് 7y മൈനസ് 450 ഈക്വൽ ടു 0. ഇനി ക്വാഡ്രാറ്റിക് ഫോർമുല നിങ്ങൾക്ക് അറിയാം. എന്താണ്, എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0 ആണെങ്കിൽ എക്സ് കാണാനുള്ള ഫോർമുല മൈനസ് ബി പ്ലസ് ഓ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. ഇവിടെ വൈയിലാണ് നമ്മുടെ ഇക്വേഷൻ. സോ വൈ ഈക്വൽ ടു എന്ന് വേണം നിങ്ങൾ കൊടുക്കാനായിട്ട്. ദെൻ ഫോർമുല ഈസ് മൈനസ് ബി പ്ലസ് ഓ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. ഇനി ഇവിടെ എന്താണ് എ, എന്താണ് ബി, എന്താണ് സി, അതാദ്യം റിപ്രസെന്റ് ചെയ്യാം. എ എന്ന് പറയുന്ന വൈ സ്ക്വയറിന്റെ കോയിഫിഷ്യന്റ് ആണ്, സോ 1. ബി എന്ന് പറയുന്നത് വൈയുടെ കോയിഫിഷ്യന്റ് ആണ്, സോ പോസിറ്റീവ് 7. സി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ടേം ആണ്, സോ നെഗറ്റീവ് 450. ഇനി ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ മൈനസ് ബിയുടെ വാല്യൂ ഇടുക 7 പ്ലസ് ഓ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ കൊടുക്കുക, അതായത് 7 സ്ക്വയർ മൈനസ് 4ac, 4 ഇൻറ്റു 1 ഇൻറ്റു സി എന്ന് പറയുന്നത് നെഗറ്റീവ് 450 ആണ്, സൈനും കൂടി കൊടുക്കുക, ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എ എന്ന് പറയുന്നത് 1. സോ ഇതിന്റെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ മൈനസ് 7 പ്ലസ് ഓ മൈനസ് റൂട്ട് ഓഫ്, ഇവിടെ ഡിനോമിനേറ്ററിൽ നമുക്ക് 2 എന്ന് എഴുതാം. ഇനി റൂട്ടിന്റെ അകത്ത് എന്താ വരുന്നത് നമുക്ക് സെപ്പറേറ്റ് ഒന്ന് ചെയ്ത് നോക്കാം. 7 സ്ക്വയർ എടുക്കുമ്പോൾ 49 ആവും അല്ലെ. ഇനി രണ്ട് നെഗറ്റീവ്സ് ഉണ്ട്, അപ്പൊ രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ അത് പ്ലസ് ആവും. ഇനി 4 ഇൻറ്റു 450 നിങ്ങൾ ചെയ്യുമ്പോൾ 1800 ആണ് കിട്ടുക.
ഇനി രണ്ടും കൂടെ ആഡ് ചെയ്ത വാല്യൂ ആണ് നമ്മൾ റൂട്ടിന്റെ അകത്ത് എഴുതേണ്ടത്. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 1849 എന്ന് കിട്ടും. സോ ഇതിന്റെ അകത്ത് എഴുതേണ്ടത് 1849 ആണ്. ഇനി റൂട്ട് 1849 നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, സ്ക്വയർ റൂട്ട് മെത്തേഡ് അപ്ലൈ ചെയ്യാം. അപ്പം നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം എന്തുവരും നോക്കാം. 1849 ഡിവിഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം പെയറിങ് ചെയ്യാം. അപ്പൊ പെയറിങ് ചെയ്യുമ്പോൾ 49 ഒരു പെയർ, 18 ഒരു പെയർ. ഇനി ഏതിന്റെ സ്ക്വയറാ വരിക നോക്കുക. അപ്പൊ 4ന്റെ സ്ക്വയർ വരും അല്ലെ. 4ന്റെ സ്ക്വയർ 16. 5 സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ 18 കാട്ടി വലിയ നമ്പർ 25 ആണ് കിട്ടുക. അപ്പൊ 4 വെച്ച് മതി. 4 സ്ക്വയർ 16. ഡിഫറൻസ് എടുക്കുമ്പോൾ 2 കിട്ടും. ദെൻ അടുത്ത പെയർ അതുപോലെ താഴോട്ട് കൊണ്ടുവരിക. അപ്പൊ 49, 249 എന്നായി. ഇനി എന്താണോ കോഷ്യന്റ് ആയിട്ട് എഴുതി അതിന്റെ ഡബിൾ വേണം 249 നേരെ എഴുതാനായിട്ട്. അപ്പൊ 4ന്റെ ഡബിൾ 8. ഇനി ഇവിടെ ഏത് ഡിജിറ്റാ വരിക നോക്കുക. ഇവിടെ 9 ആണ് യൂണിറ്റ് പ്ലേസിൽ കിടക്കുന്നത് അല്ലെ. അപ്പൊ 3 ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ 3 ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 83 × 3 249 എന്ന് കിട്ടും. സോ നമുക്ക് ആൻസർ എന്താ വരിക, 43 എന്ന് കിട്ടും. 1849ന്റെ റൂട്ട് എത്രയാണെന്ന് കിട്ടി, 43 ആണെന്ന് കിട്ടി. ഓക്കെ അല്ലേ. അപ്പൊ ഇവിടെ സ്ഥലമില്ലാതെ നമുക്ക് അടുത്ത പേജിൽ തന്നെ എഴുതാം. അപ്പൊ നമുക്ക് കിട്ടിയത് y = -7 ± റൂട്ട് 1849 പകരം 43 കൊടുത്തു ഡിവൈഡഡ് ബൈ 2. ഇനി ഇത് സ്പ്ലിറ്റ് ചെയ്ത് yക്ക് രണ്ട് വാല്യൂസ് കണ്ടുപിടിക്കുക. സോ ഫസ്റ്റ് വാല്യൂ -7 + 43/2 ആണ്. സെക്കൻഡ് വാല്യൂ എന്ന് പറയുന്നത് -7 - 43/2. സോ ആദ്യത്തെ വാല്യൂ നമുക്ക് എന്താ കിട്ടുക, -7 + 43 ചെയ്യുമ്പോൾ ഡിഫറൻസ് ആണ്. സോ 36 എന്ന് കിട്ടും. 36/2 18. ഇനി അടുത്തതിൽ രണ്ട് നെഗറ്റീവ് ആണ്. സോ നമ്പേഴ്സ് ആഡ് ചെയ്യുക. അപ്പോൾ 43യും 7യും കൂടെ ആഡ് ചെയ്യുമ്പോൾ 50 കിട്ടും. രണ്ട് നെഗറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുക്കുക /2. സോ ആൻസർ -25. അപ്പൊ വൈക്ക് രണ്ട് വാല്യൂസ് കിട്ടി. നമ്മൾ വൈയും എക്സും എന്ന് പറയുന്ന നാച്ചുറൽ നമ്പേഴ്സ് ആണ് അല്ലെ. അപ്പൊ നെഗറ്റീവ് വാല്യൂസ് വരൂ ഇല്ല. അപ്പൊ വൈക്ക് ഏത് വാല്യൂ എടുക്കാൻ പറ്റില്ല, -25 നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല. സോ വൈയുടെ വാല്യൂ എന്താണ്, 18 ആണെന്ന് കിട്ടി. ഇനി y 18 ആണെങ്കിൽ എക്സിന്റെ വാല്യൂ എന്താണെന്ന് നോക്കിക്കേ. നമ്മൾ ആദ്യമേ എഴുതി വെച്ചിട്ടുണ്ട് x = 7 + y ആണ്. അപ്പൊ ആ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുമ്പോൾ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 7 + 18. ക്ലിയർ അല്ലേ. 7 + y എന്നുള്ളതാണ് വൈക്ക് നമുക്ക് കിട്ടിയ വാല്യൂ എടുത്തിട്ട് കൊടുക്കുക. അപ്പൊ 7 + 18. 7 + 18 ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ കിട്ടും. 7 + 18 നമുക്ക് എത്ര കിട്ടും, 25 എന്ന് കിട്ടും. സോ എക്സിന്റെ വാല്യൂ 25 ആൻഡ് വൈയുടെ വാല്യൂ 18. സോ നമ്മുടെ ആ രണ്ട് നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്, 25 ആൻഡ് 18 ആണ്. നിങ്ങൾ ഡിഫറൻസ് എടുത്ത് നോക്കിക്കേ. 25 - 18 ഏത് കിട്ടും, 7 എന്ന് കിട്ടും. 25 × 18 ചെയ്യുമ്പോൾ 415 കിട്ടും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ദെൻ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ദെൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു. ബൈ.